ശ്രീജിത്ത്, രമേശ് ചെന്നിത്തലയുടെ അസാന്നിധ്യം ശ്രദ്ധിക്കപ്പെട്ടോ? അദ്ദേഹം മാത്രമാണോ നിയമസഭാ കക്ഷി യോഗത്തിൽ പങ്കെടുക്കാതിരുന്ന ഏക MLA? GK, നമുക്ക് ലഭ്യമാകുന്ന വിവരമനുസരിച്ച് ഏറ്റവും ശ്രദ്ധിക്കപ്പെടുന്ന അസാന്നിധ്യം മുൻ പ്രതിപക്ഷ നേതാവായ രമേശ് ചെന്നിത്തലയുടേതാണ്. അദ്ദേഹം ഈ നിയമസഭാ കക്ഷി യോഗത്തിൽ പങ്കെടുത്തില്ല. എങ്കിൽ പോലും നിയമസഭാ കക്ഷി നേതാവായി VD സതീശനെ തിരഞ്ഞെടുക്കാനുള്ള തീരുമാനത്തെ പിന്തുണച്ചുകൊണ്ട് അദ്ദേഹം കത്ത് നൽകിയിരുന്നു. ആ കത്ത് നൽകിയ വിവരം കേരളത്തിൽ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി ഈ നിയമസഭാ കക്ഷി യോഗത്തിൽ അറിയിക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന്റെ അസാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ കൂടി ഈ സതീശനെ പിന്തുണയ്ക്കുന്ന തീരുമാനത്തെ, സതീശനെ നിയമസഭാ കക്ഷി നേതാവാക്കുന്ന തീരുമാനത്തെ രമേശ് ചെന്നിത്തലയും പിന്തുണച്ചു. എന്തായാലും മറ്റ് അസ്വാരസ്യങ്ങളൊന്നുമില്ല എന്ന ഒരു പ്രതീതി ഉണ്ടാക്കുന്ന പ്രതികരണമാണ് ദീപാദാസ് മുൻഷിയിൽ നിന്ന് ഈ നിയമസഭാ കക്ഷി യോഗത്തിൽ ഉണ്ടായത്. നേരത്തെ രമേശ് ചെന്നിത്തലയോടൊപ്പമുള്ള MLA-മാരായ ജ്യോതികുമാർ ചാമക്കാല, TJ വിനോദ്, അബിൻ വർക്കി കോടിയാട്ട് തുടങ്ങിയ MLA-മാർ കന്റോൺമെന്റ് ഹൌസിലെത്തി നിയുക്ത മുഖ്യമന്ത്രി VD സതീശനെ കണ്ട് അനുമോദനം അറിയിക്കുകയും ചെയ്തിരുന്നു. രമേശ് ചെന്നിത്തല മാത്രമാണ് നിയമസഭാ കക്ഷി യോഗത്തിൽ പങ്കെടുക്കാതിരുന്നതെങ്കിലും അദ്ദേഹം പിന്തുണച്ചുകൊണ്ടുള്ള VD സതീശനെ പിന്തുണച്ചുകൊണ്ടുള്ള കത്ത് നേരത്തെ തന്നെ കൈമാറിയിരുന്നതായാണ് AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി യോഗത്തെ അറിയിച്ചത്. രമേശ് ചെന്നിത്തല അദ്ദേഹം ഹരിപ്പാട് നിന്ന് ഗുരുവായൂരിലേക്ക് പോകുമെന്നാണ് അറിയാൻ കഴിയുന്നത്. അങ്ങനെ VD സതീശൻ മുഖ്യമന്ത്രിയായിരിക്കുന്നു, നിയുക്ത മുഖ്യമന്ത്രിയാണ്. അദ്ദേഹം മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് അവകാശവാദം ഉന്നയിക്കുന്നതിന് VD സതീശനും KPCC അധ്യക്ഷൻ സണ്ണി ജോസഫും നേതാക്കളുമൊക്കെ അല്പസമയത്തിനകം ലോക് ഭവനിലേക്ക് എത്തും. നേതാക്കൾ നിയമസഭാ മന്ദിരത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. ഈ ചെന്നിത്തലയെ സംബന്ധിച്ചിടത്തോളം ഈ 3 പേരുകൾ ഉയർന്നു കേൾക്കുമ്പോഴും അതിൽ പൊതുവിൽ സാധ്യത ഏറ്റവും കുറവ് എന്നുള്ള നിലയിൽ പരിഗണിക്കപ്പെട്ടത് ചെന്നിത്തലയായിരുന്നു എന്ന് തോന്നുന്നു. കാര്യം മറ്റ് 2 ഇക്വേഷൻസ് ആയിരുന്നല്ലോ, MLA-മാരുടെ പിന്തുണ ഒന്ന്, അതോടൊപ്പം തന്നെ ജനങ്ങളുടെ പിന്തുണ എന്ന നിലയിൽ തന്നെയായിരുന്നു. പക്ഷേ ചെന്നിത്തലയുടെ എക്സ്പീരിയൻസ് ഒക്കെ ആ നിലയിൽ പരിഗണിച്ചിരുന്നു. അപ്പോഴും ഇങ്ങനെ ഒരു തീരുമാനം വരുമ്പോൾ AICC-ക്ക് ഹൈക്കമാൻഡിന് എളുപ്പം അനുനയത്തിലേക്ക് കൊണ്ടുപോകാൻ കഴിയുന്ന നേതാവ് ചെന്നിത്തല ആയിരിക്കും എന്നുള്ളതായിരുന്നു പ്രതീക്ഷിച്ചിരുന്നത്. അദ്ദേഹം തന്നെ പറഞ്ഞതുപോലെ പലതവണയും അദ്ദേഹം അത്തരം വഴങ്ങലുകൾക്കൊക്കെ വിധേയനായിട്ടുണ്ട്. പക്ഷേ ഇത്തവണ അങ്ങനെയല്ലാത്തൊരു ചെന്നിത്തല. അതിലൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇനിയിപ്പോൾ എനിക്ക് തോന്നുന്നു അത് മാറുന്ന കാലം, മാറുന്ന നേതാവ്, മാറുന്ന രാഷ്ട്രീയം, ആ നിലയിലേക്ക് നമ്മുടെ രാഷ്ട്രീയ രംഗം മാറുന്നുണ്ടെന്ന് തോന്നുന്നു. അതിൻ്റെ ഒരു ഉദാഹരണമാണ് ഇന്നിപ്പോൾ VD സതീശനെ മുഖ്യമന്ത്രിയായി നിശ്ചയിച്ചിട്ടുള്ളത്. അദ്ദേഹത്തെ സംബന്ധിച്ച് നോക്കൂ, പാർട്ടിയിൽ അദ്ദേഹത്തിന് വേണ്ടത്ര പിന്തുണയില്ല. നിയമസഭാ കക്ഷിയിൽ അദ്ദേഹത്തെ വേണ്ടത്ര പിന്തുണ നേരത്തെ MLA-മാരുടെ ഭാഗത്ത് നിന്നുണ്ടായില്ല. ഇതെല്ലാം ഉള്ളപ്പോഴും അതിന് പുറത്തൊരു പൊതുവികാരം VD സതീശന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.